റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്ന ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാമെന്നാണ്. താഴെ ഒരു 5 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. അതിൻ്റെ അറബിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇടത് സൈഡിലൊരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിക്കുന്ന അർത്ഥമെടുത്ത് ഈ ഭാഗത്തേക്ക് എഴുതുക. അതാണ് ചെയ്യേണ്ടത്. അതിലിവിടെ ഉള്ളത് നോക്കുക. ഉദ്ദേശിക്കുന്നവൻ, കഴിവുള്ളവൻ, അറിയുന്നവൻ, ജീവിച്ചിരിക്കുന്നവൻ, സംസാരിക്കുന്നവൻ. ഓരോന്നും കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനും. അതിൽ ഒന്ന് ഹയ്യാണ്. ഹയ്യുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്നവൻ. അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് അതായത് കൊണ്ട് അത് ഇവിടെ എഴുതാം. ജീവിച്ചിരിക്കുന്നവൻ. സിഫത്തുകളൊക്കെ കൃത്യമായി പഠിക്കണം. സിഫത്തുകൾ ഏതാണെന്ന് ചോദിക്കാം, അതിൻ്റെ വിപരീതം ചോദിക്കാം, അർത്ഥം ചോദിക്കുകയൊക്കെ ചെയ്യാം. രണ്ടാമത്തത് മുത്തക്കല്ലിമുൻ എന്നാണ്. മുത്തക്കല്ലിമ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുന്നവൻ എന്നാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നവൻ എന്നെഴുതാം. അതാണ് അതിനോട് യോജിക്കുന്നത്. ഇനി മൂന്നാമത്തത് മുരീദുൻ. മുരീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് മുരീദുൻ, ഉദ്ദേശിക്കുന്നവൻ എന്നാണ്. അപ്പോൾ മുരീദുൻ എന്നുള്ളടത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നവൻ എന്നെഴുതാം. ഇനി നാലാമത്തത് ഖാദിറുൻ. ഖാദിറുൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിവിടേക്ക് എഴുതാം. ഖാദിറുൻ എന്നുള്ളതിൻ്റെ നേരെ കഴിവുള്ളവൻ എന്നെഴുതാം. ഇനി അഞ്ചാമത്തത് ആലിമുൻ എന്നാണ്. ആലിമുൻ എന്ന് പറഞ്ഞത് അറിയുന്നവൻ എന്നാണ്. ആലിമുൻ, അറിയുന്നവൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളിൽ പെട്ടതാണ്. വാജിബ്, മുസ്തഹീൽ, ജായിസൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരാം. നേരത്തെ പറഞ്ഞ പ്രകാരമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായി പഠിക്കുക. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. പൂർത്തിയാക്കാം. അതിൽ 5 ചോദ്യങ്ങൾ. അതിൻ്റെ അവസാന ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ എന്താ? അള്ളാഹു എന്നെന്നും ഡാഷ്. നമ്മളത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് എന്നാണ് വേണ്ടത് അല്ലേ? വുജൂദ് എന്നുള്ള സിഫത്തിൻ അതാണല്ലത്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്. രണ്ടാമത്തെ എന്താ? അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. അതൊക്കെ നമുക്കറിയുന്നതാണ്. അതങ്ങനെ എഴുതാം. മൂന്നാമത്തത് അള്ളാഹുവിന് തുടക്കവും ഡാഷ്. എന്താ പഠിച്ചത്? അള്ളാഹുവിന് തുടക്കവും അവസാനവും ഇല്ല. അള്ളാഹുവിന് തുടക്കവും അവസാനവും ഇല്ല. അപ്പോൾ അത് കംപ്ലീറ്റായി. നാലാമത്തത് അള്ളാഹുവിന് തുല്യമായ ഒരു ഡാഷ്. എന്താണ്? അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ അതവിടെ ഇതാ. അപ്പോൾ അത് പൂർത്തിയായി. ഇനി അഞ്ചാമത്തത് അള്ളാഹുവിന് മറ്റൊന്നിനെയും എന്ത് ചെയ്യണ്ട? ആശ്രയിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അതായത് അവിടെ ഇതാ ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹുവിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. ഇത് പൂരിപ്പിക്കാനൊക്കെ വരാം. ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി എണ്ണം എഴുതാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എണ്ണം എഴുതാം. 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തത് അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ. അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ 20 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ അക്ഷരത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ അക്കത്തിൽ എഴുതാം. അക്ക എഴുതുമ്പോൾ 2 6 മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. 20. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ? അള്ളാഹുവിന് ജായിസായ സിഫത്ത് എത്രയാണ്? 1 അല്ലേ? അത് ഒറ്റൊന്ന്. അള്ളാഹുവിന് ജായിസായ സിഫത്ത് 1. വാജിബ് 20, മുസ്തഹീലും 20. ഈ വാജിബിൻ്റെ നേരെ വിപരീതമാണല്ലോ മുസ്തഹീൽ. അത് 20, ജായിസ് 1. ഇവിടെ ഈ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കങ്ങനെ എഴുതാം. ഇനി അടുത്തത് 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്.
ഒരു 3 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, മുസ്തഹീൽ എന്നാലെന്ത്? വാജിബ് എന്നാലെന്ത്? മുസ്തഹീൽ എന്നാലെന്ത്? ജായിസ് എന്നാലെന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മുസ്തഹീൽ? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകളാണ് അല്ലേ? വാജിബ് നിങ്ങൾക്കറിയാം, അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്തുകളാണ് വാജിബ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുസ്തഹീലാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ. അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ. ഈ രണ്ടെന്താ? ജായിസായ സിഫത്ത് എന്ന് പറയുന്നു. ഏതിന്? ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. എന്താണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിനാണ് ജായിസായ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ കേൾവിയും അതേപോലെ തന്നെ നമ്മുടെ കാഴ്ചയും നമ്മുടെ അറിവും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായും അള്ളാഹുവുമായുള്ളത് വ്യത്യസ്തമാണല്ലോ. എന്താണ് ആ വ്യത്യാസം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടേത് അല്ലെങ്കിൽ നമ്മുടെ കേൾവി രണ്ടും പറയാം അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പം അങ്ങനെ എഴുതാം. എന്താണ്? നമ്മുടെ കേൾവി എന്താ അവിടെ? നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റേത് സമ്പൂർണവും, ഇവിടെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അത് കാഴ്ചയും അറിവും ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിലും ഇതന്നെയാണ് ആൻസർ ഉള്ളത്. ഇനി അടുത്ത 5ാമത്തെ ആക്ടിവിറ്റി, താഴെ പറയുന്നവയുടെ അർത്ഥം എഴുതാം. താഴെ പറയുന്നവയുടെ അർത്ഥം എഴുതാനാണ്. അതിലൊന്നാമത്തത്, ഇതൊക്കെ പിന്നെ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ബസ്വറാണ്. ഒന്നാമത്തെ ചോദിച്ചിട്ടുള്ളത് ബസ്വറ. എന്താ അതിൻ്റെ അർത്ഥം? കാഴ്ചയാണ്. ബസ്വർ എന്ന് പറഞ്ഞാൽ കാഴ്ച. പിന്നെ രണ്ടാമത്തത് ഇറാദത്താണ്. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കൽ എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അള്ളാഹുവിൻ്റെ വാജിബ് മുസ്തഹീലായ സിഫത്തുകൾ, പിന്നെ അതിൻ്റെ അർത്ഥം, വാജിബിൻ്റെ വിപരീതം, അതൊക്കെ ചോദിക്കാം. ഇവിടെ മൂന്നാമത്തത് കലാം. കലാം എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ്. സംസാരം, അതാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തത് ഇൽമാണ്. ഇൽമ് നമുക്കറിയാം എന്താണ്? അറിവ്. ഇൽമിൻ്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പോൾ ഏതും അർത്ഥമായിട്ട് എഴുതാനൊക്കെ ഏതും ചോദിക്കാം. മുഴുവനായിട്ട് പഠിക്കണം. ഇനി അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ്. അതിൽ നമ്മളൊരു ബൈത്ത് പഠിച്ചിരുന്നു. എന്താണത്? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ഡാഷ്. അതിൻ്റെ ബാക്കിയാണ് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്നാണ്. അപ്പോൾ അതോടെ എഴുതാം, മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അപ്പോൾ അത് കംപ്ലീറ്റായി. ഒന്നും കൂടി പറയുന്നു. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.